Welcome back to my channel Don't Tech. അപ്പോൾ ഗൈസ് അപ്പം നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അപ്പം വേറെ എന്തായാലും അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും തമിഴിൽ കണ്ടതാണ് നമ്മൾ ബൈജൂസ് കിച്ചണിനാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞിരുന്ന അൺബോക്സിങ് വീഡിയോ ആണ്. ഇന്നലെ സത്യത്തിൽ ഇടാൻ ഞാൻ ആലോചിച്ചിരുന്നത് വെറും ചളമായിപ്പോയി. അതുകൊണ്ട് ഇന്നാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ അൺബോക്സ് ചെയ്യുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ അമർത്തുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലെ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം നമ്മുടെ ചാനലിലെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ കട്ടയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ബൈജൂസ് നമ്മൾ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ ജസ്റ്റ് സൂം ആവുന്നുണ്ടോ മീൻസ് എന്നെ ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. വൈസ് ഇതാണ് നമ്മുടെ ബൈജൂസ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് ബൈജൂസ്. അപ്പോൾ അതിൻ്റെ ഔട്ടർ കവർ ഓൾറെഡി പുറത്ത് ഊരി വെച്ചിട്ടുണ്ട്. കാരണം നല്ലൊരു ഓർഗാണിക്കുകളുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, നമ്മൾ വീട്ടിലൊന്നും കയറ്റേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ബൈജൂസ്. അപ്പോൾ ഇവിടെ കാണാവുന്നതാണ്. കോഴ്സസും എത്രയാണ് 1 മുതൽ 12 വരെയാണ് ഇവിടെ വരുന്നത്. പിന്നെ അത് വേറെല്ലാം കാണിക്കുന്നുണ്ട്. എന്താ ബാംഗ്ലൂർ ബൈജൂസ് ലേണിംഗ് ആപ്പ്, ഡിസ്നീസ് ബൈജൂസാണ്. അപ്പോൾ അങ്ങനെ കുറേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മാറ്റാം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. നമുക്ക് ഇതൊന്നുമല്ല കാണേണ്ടത്, ജസ്റ്റ് അൺബോക്സിങ് ആണ്. അപ്പം ഞാനിത് അൺബോക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ അൺബോക്സിംഗ് ആണ്. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് തുറക്കുമ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയിരുന്നു. കാരണം ഇതിൻ്റെ അത് എങ്ങനെയാണ് വരുന്നത്, പൊട്ടിയ ടാബ് ബ്രോക്കൺ ആണോ അങ്ങനെ നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ഒരിക്കലും കാണില്ല. കാരണം ഞാൻ മേളിൽ ക്യാമറ വെച്ചിട്ട് താഴോട്ടാണ് ഇത് വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പാകത്തിന് വെച്ച് തരാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം മേളിലാണ് ക്യാമറ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു കാണാമെന്നാണ്. അപ്പം നമുക്ക് ജസ്റ്റ് അടുത്ത് എന്താണെന്ന് നോക്കാം. മീൻസ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഊരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഊരിയിട്ട് വേറെ വല്ല മേശ വെക്കണം, അങ്ങനെയുള്ള സ്ഥലത്ത് വെക്കണം. അതേപോലെ ബുക്കിൻ്റെ നടുവിൽ വെക്കണം. മീൻസ് നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന ബുക്കിൻ്റെ നടുവിൽ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. അത് അവിടെ തന്നെ നിന്നു. അപ്പം ജസ്റ്റ് അടുത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത് വരുന്ന മീൻസ് എന്താ സ്റ്റിക്കർ ബുക്ക്ലെറ്റാണ്. അപ്പം ന്യൂ കളക്ഷൻ. അപ്പം ഇവിടെ കുറേ സ്റ്റിക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ കുറേ ടീച്ചേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സ് ഇവിടെ വരുന്നുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സുകളാണിത് മുഴുവൻ. അപ്പം ഇതിൻ്റെ അത് ഏകദേശം 8 സ്റ്റിക്കേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണുന്നതാണ് ബൈജു. അപ്പം ബൈജു മാത്സാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് മാത്സിന് ആക്സസ് ആക്കിയ സ്റ്റിക്കേഴ്സ് അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ ഇതിൻ്റെ അകത്തുള്ള ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതേപോലെ 2 ബാഡ്ജസും വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അടുത്ത് ബാഡ്ജസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്കിപ്പം ഈ ബൈജൂസ് ഓർഡർ ചെയ്യുമ്പോൾ ടാബ്ലറ്റ് നിങ്ങൾക്ക് വേണ്ട, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടാബ്ലറ്റ്, നമ്മുടെ സ്വന്തം ടാബ്ലറ്റ് നമുക്ക് മേടിക്കാം. അതേപോലെ നമുക്ക് വീട്ടിൽ ടാബ്ലറ്റ് ഉണ്ട്, നമുക്ക് ജസ്റ്റ് അത് യൂസ് ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് മേടിക്കുന്ന നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതൊക്കെ നോക്കുക. അപ്പോൾ 2 ബാഡ്ജസ് വരുന്നുണ്ട്. ബാഡ്ജസ് നമുക്ക് നമ്മുടെ ബാഗിലാണ് കൂടുതലും തൂക്കാറുള്ളത്. അപ്പം നമുക്കിവിടെ വേറെ ഒരു ടാബിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ബാഗ്. മീൻസ് ബൈജൂസിനോട് കിട്ടുന്ന ബാഗ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ബൈജൂസ് ദ ലേണിംഗ് ആപ്പ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് ബാഡ്ജസ് തൂക്കി വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വരുന്ന 2 കള്ളികളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് 2 കള്ളികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ടാബ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ടാബ് ഓൾറെഡി ഒന്ന് നോക്കിയായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം അതിന് വല്ല കുഴപ്പം വരുന്നുണ്ടോ അങ്ങനെയല്ല നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കിയത്. നമുക്കിത് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ടാബാണ് അൺബോക്സ് ചെയ്യേണ്ടത്. ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ടാബ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കവറൊക്കെ ജസ്റ്റ് ഒന്ന് ഊരിയായിരുന്നു. കാരണം എന്താ നമ്മുടെ ഇത് വരുന്നത് മീൻസ് ഞാനൊന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ കവറൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വെക്കായിരുന്നു. അപ്പം ആ കവറൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. എന്നാൽ പോലും നമുക്കിപ്പോൾ ടാബ് ജസ്റ്റ് ലാസ്റ്റത്തേക്ക് മാറ്റിയേക്കാം. മീൻസിൻ്റെ വേറെ എന്തൊക്കെ വരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇത്തിരി ഒരു പ്ലഗ് വരുന്നുണ്ട്. പ്ലഗ് നമ്മുടെ ചാർജറിന് വേണ്ടിയുള്ള വയർ വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലഗും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണാമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതൊക്കെ ജസ്റ്റ് സൈഡിലോട്ട് മാറ്റിയേക്കാം. അതേപോലെ തന്നെ ഇവിടെ എന്താ ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് തോന്നുന്നു വരുന്നത്. ഗൈഡാണ്, മാനുവൽ ഗൈഡാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊക്കെ നമ്മുടെ ടാബിൻ്റെ തന്നെയാണ്.
ലെനോവോ ടാബിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഉപകാരം ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടാബ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതൊക്കെ സൈഡിലോട്ട് മാറ്റിയേക്കാം. നമുക്ക് ജസ്റ്റ് ടാബ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ടാബ് ഇവിടെ റെഡിയാണ്. ഇപ്പോൾ നമുക്ക് ടാബ് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ആക്കി വെക്കാം. അപ്പോൾ പവർ ഓഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ചാർജൊക്കെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഗൈസ് പവർഡ് ബൈ ആൻഡ്രോയിഡ് ലെനോവോ ഒക്കെ വരുന്നുണ്ട്. സാധാ പോലെ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞാൽ നിങ്ങൾക്ക് വേണം എന്താ ടാബ് നിങ്ങളുടെ സ്വന്തം വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ബൈജൂസ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാബ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണമെന്ന് ഒരിക്കലും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇത്തിരി ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആകുന്നുണ്ട്. അപ്പം ഇതായിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പം ഇതാണ് ബൈജൂസ്. അപ്പോൾ ഞാൻ ഇത്തിരി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എഴുന്നേറ്റ് നിന്നാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ബൈജൂസ് പ്രീമിയം എന്നൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ജസ്റ്റ് ഓൺ ആവട്ടെ. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ഇതിൻ്റെ നമുക്ക് ചിലപ്പോൾ ഈ ടാബിൻ്റെ റിവ്യൂ ചിലപ്പോൾ സാധാ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഇതിന് റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പം ഗൈസ് ഗുഡ് ആഫ്റ്റർനൂൺ ഡോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒറിജിനൽ പേര് ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ അത് പറഞ്ഞിട്ടില്ല. എൻ്റെ ഒറിജിനൽ പേര് ഡോൺ ടോം ബിനോയ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഓർത്തിരിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കുറേ ഇതുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം മാക്സ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. ആദ്യം മാക്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മാക്സ് തന്നെ ഓപ്പൺ ആക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു ക്ലാസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് ഇതിൻ്റെ ഒരു ക്ലാസ് പോലും കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഗൈസ് ഹൈ ഡോൺ. അപ്പോൾ നമ്മൾ വെച്ചാൽ ലാസ്റ്റത്തോട് നമ്മൾ കണ്ടിന്യൂ അടിക്കുന്നു. അതിനുശേഷം കോൺഗ്രൻസ് ഇൻട്രൊഡക്ഷനാണ്. ജസ്റ്റ് ഞാൻ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതാവും. ഗൈസ് അപ്പോൾ ഇത് കാണാവുന്നതാണ് ബൈജു. അപ്പോൾ ഞാൻ ക്ലാസ് മുഴുവനായിട്ടൊന്നും കാണിച്ചു തരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. കോൺഗ്രൻസ് എന്താണെന്ന് നമുക്ക് പഠിപ്പിക്കുന്നത്. ഫിഗേഴ്സ് ആർ വെൻ ദേ ഹാവ് സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പ്. അതൊക്കെയാണ് കോൺഗ്രൻസ്. അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയില്ല. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ തന്നെ ജസ്റ്റ് പഠിച്ചു എന്നല്ല, ചെറുതായിട്ടൊന്ന് പഠിച്ചു. അപ്പോൾ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ക്യാമറ ഒന്ന് നോക്കാം. ക്യാമറ വലിയതൊന്നും അല്ലായിരിക്കും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പം വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെൽഫി ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ് അപ്പോൾ ഇതാണ് സെൽഫി. അപ്പം എല്ലാം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ചാർജൊക്കെ അത്യാവശ്യം വന്നിട്ടാണ് 50% വന്നിട്ടാണ് നമുക്കിതിപ്പോൾ അവൈലബിൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെയാണ് ടാബ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാബ്. ഇപ്പോൾ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട്. അപ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലെ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. சிங்கிள் பசங்க இப்ப மிங்கல் ஆக வந்திருக்கோம். தாஜ்மஹால் கட்ட ரெடி.